ഇതാണ് പുതിയ വിൻസർ EV പ്രോ. അതായത് നേരത്തെ വന്നിരുന്ന വിൻസർ EVയുടെ ഒരു അപ്ഗ്രേഡഡ് മോഡലാണ് പ്രോ എന്ന് പറഞ്ഞാൽ. ബെറ്റർ റേഞ്ച്, കുറച്ചുകൂടി ഫീച്ചേഴ്സും ചില കൺവീനിയൻറ്റ് എലമെൻറ്റ്സ് എല്ലാം കൂട്ടിയിട്ടാണ് ഈ വിൻസർ EV പ്രോ വന്നിരിക്കുന്നത്. കുറച്ച് സമയം കൊണ്ടൊന്നും ഈ അപ്ഗ്രേഡ് കൊണ്ടുവരാൻ കാരണം മാർക്കറ്റിൽ ഡിമാൻഡുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഇത് കുറേ കൂടി വാല്യൂ ഫോർ മണി വഴികളായി മാറും. ഓൾറെഡി തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം ഹിറ്റായിട്ടുള്ളൊരു മോഡലാണ് MG വിൻസർ EV. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡൽ നമുക്ക് നോക്കാം. ഓൺ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. ഈ അടുത്താണ് MG വിൻസർ EV ആയിട്ട് വന്നപ്പോൾ തന്നെ നല്ലൊരു ഹിറ്റായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് നല്ല പാക്കേജസും അതുപോലെ തന്നെ ഫിനാൻസ് പ്രോഗ്രാംസ് എല്ലാം കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ പുറമെ നല്ലൊരു പാക്ക് ആയിരുന്നു വണ്ടി. ഒരു കൺവീനിയൻറ്റ് സൈസാണ്, ഫാമിലിക്കെല്ലാം പറ്റുന്ന സൈസ്, നല്ല സീറ്റിംഗ് ആയിരുന്നു, കംഫർട്ടബിൾ ആണ്, സ്പേസ് ഉണ്ട്. ആകെ ഒരു ഡ്രോബാക്ക് ഉണ്ടായിരുന്ന റേഞ്ച് കുറച്ചുകൂടി വേണം എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഒന്നൊരു കാര്യം സോഫ്റ്റ്വെയറിൽ 52.9 kWh ബാറ്ററി കൊണ്ടുവന്നിട്ട് റേഞ്ച് ക്ലെയിംഡ് ആയിട്ടുള്ളത് 458 km ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സാണ്. പിന്നെ ഇൻറ്റീരിയറിൽ ഒരു കളർ ചേഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ പവർ ടെയിൽ ഗേറ്റ്. ഇത്രയാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. പിന്നെ അലോയിലൊരു മാറ്റമുണ്ട്, കളർ ഓപ്ഷൻസും കൂട്ടിയിട്ടുണ്ട്. ഇത്രയും മാറ്റങ്ങളോടുകൂടി വന്നിരിക്കുന്ന വണ്ടിയുടെ സാധാരണ പഴയ വണ്ടിനേക്കാളും ഏകദേശം 1.5 ലക്ഷം രൂപയാണ് കൂടുന്നത്. ഈ 1.5 ലക്ഷം രൂപയിൽ ഇത്രയും കാര്യങ്ങൾ വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി, വേർത്തായിട്ട് തോന്നുന്നുണ്ട്. കുറച്ചുകൂടിയും വാല്യൂ കൂടിയ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഡിസൈനിലൊന്നും കാര്യമായി മാറ്റം വന്നിട്ടില്ല. ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. ഒരു ചെറിയ തമാശ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, കപ്പിൾസാണ്, ആർക്കിടെക്ട്സാണ്, സുബി ആതിര എന്ന് പറയും. അവരിതിനെ വിളിക്കുന്നത് ഡബിൾ ചിന്നാണ്. ഡബിൾ ചിന്ന രണ്ട് ചിന്നായിട്ടുള്ള ആൾക്കാരുണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫേസും അതിനാണ് തോന്നിയിട്ട്. എന്തായാലും ഒരു രസകരമായിട്ടുള്ള ഫേസാണ്. ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് പാനലിംഗ് എല്ലാം പറഞ്ഞത് ഇതിൻ്റെ ആക്സസറീസ് വരുന്നത് ഇല്ലാതെ കാണുമ്പോൾ പ്ലെയിൻ ആയിട്ട് കാണുമ്പോൾ പ്രത്യേകിച്ച് അത് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഒരു യുണീക്കായിട്ട് തോന്നുന്നൊരു ഡിസൈനാണ്. കുറച്ചുകൂടി എന്താ പറയുക, ഒരു MPV ക്യാരക്ടർ നിൽക്കുന്ന ഡിസൈനാണ്. ശരിക്കും ലോ ഫ്രണ്ടും അതുപോലെ തന്നെ ഭയങ്കര ഷോർട്ട് ഓവർഹാങ് ഉള്ള രീതിയിലുള്ള ഡിസൈനാണ്. ഒരുപാട് ക്യാബിൻ സ്പേസ് ലഭിക്കുന്ന ഒരു ബിബ്ലി ഷേപ്പാണ്. എയറോഡൈനമിക്സ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായി ഷേപ്പ് വന്നിരിക്കുന്നത്. റിയറിൽ വന്നാലും ഒരു ഷോർട്ട് ഹവറാങ് ഉള്ള രീതിയിലുള്ള ടെയിൽ ലൈറ്റ് ഡിസൈൻ എല്ലാം തന്നെ കണക്റ്റഡ് ആയി നിൽക്കുന്ന അട്രാക്റ്റീവാണ്. ഇതിൽ അധികം ഒരു കളറാണിത്, ഒരു ഗ്രേ ഷെയ്ഡാണ്, എന്തൊരു സിൽവർ എന്നാണ് വിളിക്കുന്നത്, ഡീറ്റെയിൽ പറഞ്ഞുതരാം. പിന്നെ ഒരു ബ്ലൂ, ഒരു റെഡും കൂടിയാണല്ലോ. അപ്പോൾ ഈ 3 കളേഴ്സ് കൂടി ഡ്രൈവിനുണ്ട്. ബേസിക്കലി ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞ തന്നെ വളരെ യുണീക്കാണ്. എല്ലാവർക്കും ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. പക്ഷേ ഇതൊരു കൺവീനിയൻസും കാര്യം കണ്ടിട്ട് ഈ ഡിസൈനിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഭംഗി കണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു യുണീക്നെസ് വെച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾ പെടുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലേ, അത് കമൻറ്റിൽ പറയാം. എന്തായാലും കാര്യമായി ചേഞ്ച് ഒന്നും ഡിസൈനിലില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും അതിനെ പറ്റി ഞാൻ പറയുന്നില്ല. ഇൻറ്റീരിയറിൽ വന്ന് ചേഞ്ച് ചെയ്തു. ഇൻറ്റീരിയറിൽ കാര്യമായൊരു മാറ്റമൊന്നും വരുത്തില്ല. ആകെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറാണ്. നേരത്തെ ഉണ്ടായിരുന്ന വിൻസറിൽ ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിരുന്നു. ഇപ്പം ഒരു ഐവറി എന്ന് പറയുന്ന ബേജ് ഇൻറ്റീരിയർ അവർ കൊണ്ടുവന്നിരിക്കുന്ന, ഐവറി എന്ന ഈ കളറിന് പറയുന്ന ഈ ഒരു ഇൻറ്റീരിയർ കളർ ചേഞ്ച് ചെയ്താണ് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന ഏക മാറ്റം. അതർവൈസ് എല്ലാം തന്നെ പഴയ പോലെയുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് റൂമി ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ഇൻറ്റീരിയറാണ് വിൻസർ EVയിൽ ഉണ്ടായിരുന്നത്. അതങ്ങനെ തന്നെ ക്യാരി ചെയ്തിട്ടുണ്ട്. എല്ലാ എലമെൻറ്റ്സ്, ഈ സ്ക്രീനും എല്ലാം തന്നെ സാധാരണ എല്ലാ വണ്ടിയിലും വന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. വിച്ച് ഡസൻ നീഡ് എ ചേഞ്ച് ആൻഡ് ഇറ്റ്സ് വെരി പ്രാക്ടിക്കൽ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തു. വിൻസർ EV പ്രോ ഞാൻ ഓടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയൊരു ഫീലിംഗ്. ഞാൻ ഫസ്റ്റ് നമ്മൾ നിർത്തിയിരുന്ന ലേക്കിൻ്റെ അവിടെ നിന്ന് എടുത്ത് വരുമ്പോൾ ചെറിയ റോഡായിരുന്നു. അപ്പോൾ തന്നെ ഇതിൽ 360 ക്യാമറ ഓണായി, വലിയ സ്ക്രീനാണ്. ഇതിൽ നല്ലൊരു ഗ്രാഫിക് ലെവലിലെല്ലാം കാര്യങ്ങൾ കാണിച്ചായിരുന്നു. പക്ഷെ അതിന്റെ ചുറ്റുള്ള ഒരുപാട് ലൈനും അതിന്റെ ചുറ്റുള്ള ഗ്രാഫിക്കെല്ലാം ചേർന്ന് കാണുമ്പോൾ എനിക്കൊരു ഒരു ജോമെട്രി ക്ലാസ്സിൽ കയറിയ ഫീലാണുള്ളത്. അപ്പോൾ അത്രയും ലൈൻസ് എല്ലാം ഉള്ളത് നല്ലതാണ്, സപ്പോർട്ടിങ് എലമെന്റ് ആണ്. പക്ഷെ ആ സമയത്ത് നമുക്കതൊരു അനോയിങ് തോന്നും. അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി വെക്കുന്നത് നല്ലതായിരിക്കും. സോ അതൊരു അനോയിങ് ഫീച്ചർ ആണെങ്കിൽ കൂടി ഇനി അങ്ങോട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. എന്തായാലും ഇതിൽ പുതിയ ബാറ്ററി പാക്കാണ് വന്നിരിക്കുന്നത്. 52.9 kWh ബാറ്ററിയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് 38 kWh ബാറ്ററിയാണ്. ഇതുകൊണ്ടുള്ള മെയിൻ ഡിഫറൻസ് പറഞ്ഞത് റേഞ്ച് കൂടിയതാണ്. ഈ ഒരു റേഞ്ച് പറഞ്ഞാൽ 110 കിലോമീറ്ററോളം കൂടി. നേരത്തെ ഉണ്ടായിരുന്നത് ഏകദേശം 338 കിലോമീറ്റർ ആണ്. ഇപ്പം 450 കിലോമീറ്റർ ആണ് ക്ലെയിം ചെയ്യുന്നത്. എനിക്കിപ്പോൾ 50% ഓടിയിട്ട് 213 കിലോമീറ്റർ കാണിക്കുന്നുണ്ടെങ്കിൽ 426 കിലോമീറ്റർ റേഞ്ച് റിയലിസ്റ്റിക്കലി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നോർമൽ ഡ്രൈവിംഗ് കണ്ടീഷൻ നമ്മൾ മിക്സ് ആയിട്ട് ഓടിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുന്ന സമയത്തിലും
AC ഓൺ ആയിരുന്നു. ഇങ്ങനത്തെ ഒരു നോർമൽ കണ്ടീഷനിലാണ് അത് വരുന്നത്. പിന്നെ എനിക്ക് വണ്ടി കിട്ടുമ്പോൾ ഫുൾ ചാർജിലായിരുന്നില്ല, 80 സംതിങ് പെർസെന്റേജിലാണ് വണ്ടി എടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് റേഞ്ച്. അപ്പം 1,50,000 രൂപ, 1,50,000 താഴെയോളമാണ് ഏകദേശം വില കൂടുന്നത് പുതിയ പ്രോ മോഡലിന്റെ വന്നപ്പോൾ. അത് 17,500,000 രൂപയോളം വരുന്നത്. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം മെയിൻലി റേഞ്ച് ആൻസൈറ്റി ഉള്ളവർക്ക് നല്ലൊരു ശമനമാണ്. 450 കിലോമീറ്റർ അത്യാവശ്യം നല്ലൊരു റേഞ്ചാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് വന്നതാണ്. അതും MG നമുക്കറിയാം, ഇന്ത്യയിലെ മാസ് മാർക്കറ്റിൽ വന്നിരുന്ന ഫസ്റ്റ് ബ്രാൻഡാണ് അഡാസ് ഫീച്ചേഴ്സ് കൊണ്ടുവന്നത്. അത് ലെവൽ 2 ഫീച്ചേഴ്സ് ഇപ്പോൾ വന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പോൾ ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് ഉണ്ട്, ബ്രേക്കിംഗ് അസിസ്റ്റ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രൈവിൽ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓടിക്കുന്ന അങ്ങനത്തെ വൈൻഡിങ് റോഡ്സിലാണ്. ഞാൻ മറ്റേ റഡാർ ക്രൂസിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല. വിടാറുണ്ട്, പക്ഷെ ഇന്നത്തെ കേസിലില്ല. പക്ഷെ അതെല്ലാം നല്ലോണം വർക്ക് ചെയ്യുന്നുള്ള MGയുടെ അഡാസ് ഫീച്ചേഴ്സിൽ നമുക്കറിയാം. അഡാസ് ഫീച്ചേഴ്സ് വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട് MGയിലെല്ലാം വർക്ക് ചെയ്തെന്നെല്ലാം പെർഫെക്റ്റ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അഡീഷണലി വന്നത് പല കസ്റ്റമേഴ്സിനും ആവശ്യമുള്ള പോലെ തന്നെ ഒരു ബേജ് ഇന്റീരിയർ ആണ്. അത് പലരും അത് വാല്യൂ ചെയ്യാറുണ്ട്. കുറച്ച് റൂമിനസ് ഫീൽ അല്ലെങ്കിൽ പ്രീമിയം ഫീൽ കിട്ടുന്ന പറഞ്ഞ കാര്യമുണ്ട്, അത് വന്നിട്ടുണ്ട്. പിന്നെ ഇതില് കളർ ഓപ്ഷൻസ് കൂടുതൽ വന്നു, 3 എക്സ്ട്രാ കളേഴ്സ് വന്നു. അതേപോലെ തന്നെ ടെയിൽ ഗേറ്റ് ഇപ്പം ഇലക്ട്രിക്കലി നമുക്ക് കണക്ട് ചെയ്യാം, ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ അഡീഷണൽ ഫീച്ചേഴ്സ്. അപ്പം ഈ എക്സ്ട്രാ കൊടുക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് മൂല്യമുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത് എന്നുള്ളതാണ് മെയിൻ കാര്യം. അതിന് ഏതായാലും MG നല്ലൊരു പാക്കേജാണ് കൊണ്ടുവന്നുള്ളത്. പിന്നെ ഇതിൽ ഇൻഫിനിറ്റിന്റെ 9 സ്പീഡ് സൗണ്ട് സിസ്റ്റം ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന വെന്റിലേഷൻ സീറ്റ് ആവട്ടെ, ബാക്കി ഫീച്ചേഴ്സ് ആവട്ടെ, പാനോമിക് സൺറൂഫ് ആവട്ടെ, ഇതെല്ലാം തന്നെ പ്രൈസിന് വർത്ത് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ് വിൻസർ EV Pro. അപ്പോൾ ഏതായാലും ആ ഒരു കാര്യം സോർട്ടഡ് ആണ്. പിന്നെ ഇതിന് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റർ ആയിട്ടുള്ള സസ്പെൻഷൻ, വിച്ച് ഇസ് ലൈക്ക് മോർ കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ ആണ്. സ്റ്റിയറിംഗിലും അങ്ങനെ തന്നെയാണ്, ഒരു സോഫ്റ്റ് സൈഡാണ്. പക്ഷെ സസ്പെൻഷന് ഒരു സപ്പോർട്ട് കിട്ടുന്നത് ഇതിലെ എക്സ്ട്രാ ബാറ്ററി വെയിറ്റ് സെന്ററിൽ വരുന്നുണ്ട്, കുറച്ചുകൂടി പതിഞ്ഞിട്ട് ഇരിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് സ്റ്റേബിളായി ഫീൽ ചെയ്യുന്നുണ്ട്. അതർവൈസ് ഈ ഒരു സസ്പെൻഷനിൽ കുറച്ചുകൂടി ബോഡി ലീനിങ് ഉണ്ടാവും. എന്നാലും ഉണ്ട്, ഇപ്പൊ നമ്മള് ബാക്കിൽ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും ആ ഒരു സ്നാക്സ് ബോക്സ് അങ്ങോട്ടും ഓടി കളിക്കുന്നു ഇപ്പോൾ ടേണൽ എടുക്കുന്ന സമയത്ത്. അപ്പൊ അത് കാണിക്കുന്ന കുറച്ച് ബോഡി ലീനിങ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അത് കംഫർട്ടിൽ അത് ഗുണം ചെയ്യുന്നുണ്ട്. ഈ ടേണൽ എടുക്കുമ്പോൾ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നതാണ്, ടച്ചിങ്ങിലും കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് എന്തായാലും സോഫ്റ്റ് സസ്പെൻഷൻ ആവേണ്ട ഒരു കാര്യമാണ്. പിന്നെ റിഫൈൻമെന്റ് ലെവലും മാക്സിമം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും കുറച്ച് ഒരു ടയർ നോയ്സ് റോഡിൽ നിന്നും വരുന്നുണ്ട്. അത് ഇങ്ങനത്തെ നല്ല സ്മൂത്ത് റോഡിലില്ല. അപ്പം നമുക്ക് വല്ല പാച്ച് റഫായിട്ട് കിട്ടുകയെല്ലാം ചെയ്യുന്ന സമയത്ത് അത് അറിയുന്നുണ്ട്. പക്ഷെ നമ്മളിത് കൺസിഡർ ചെയ്യുന്നത് ലക്ഷറി വെഹിക്കിൾ ഒന്നുമല്ല. ഈ ഒരു സെഗ്മെന്റിൽ കിട്ടാവുന്ന നല്ലൊരു റിഫൈൻമെന്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. റേഞ്ച് കൂടിയെങ്കിലും പവർ റിമെയിൻസ് ചെയ്യും. 136 PS 200 Nm ടോർക്കും ഉള്ളത്. അപ്പൊ അത് നേരത്തെ പോലെ തന്നെയാണ്, ആ സെയിം മോട്ടർ തന്നെ ഇതിൽ കണ്ടിരുന്നത്. ബാറ്ററി പാക്ക് വലുതായിരുന്നുള്ളൂ. അപ്പൊ ചാർജിങ് ടൈം കുറച്ച് ഒന്ന് മാറ്റം ഉണ്ടാവും. കാരണം ഫാസ്റ്റ് ചാർജിങ് കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് 7 മണിക്കൂറായിരുന്നു 38 kWh ബാറ്ററി എങ്കിൽ ഇത് 9.5 മണിക്കൂർ എടുക്കും. വലിയ ബാറ്ററി ആയതുകൊണ്ടാണ്. അപ്പൊ അതെന്തായാലും നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമാണ്. നമുക്ക് DC ചാർജിങ് കിട്ടിക്കഴിഞ്ഞാൽ ക്വിക്ലി ഒരു 80% വരെ എല്ലാം ചാർജ് ചെയ്യാൻ പറ്റും. പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ആസ്പെക്ട് റേഞ്ച് ആൻസൈറ്റി ആണ്. അപ്പൊ അതായിരുന്നു നേരത്തെ ഇറങ്ങിയപ്പോഴുള്ള ചില ആൾക്കാരുടെ കൺസേൺ. അതുകൊണ്ട് വണ്ടി വാങ്ങാതെ വന്ന ആൾക്കാരുടെ ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അത് വേറൊന്നല്ല, അവർക്കൊരു ആൻസൈറ്റി ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്പൊ പെട്ടെന്ന് പെട്ടുപോയാലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇതോടുകൂടി സോർട്ട് ആവും. കാരണം 450 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേഞ്ച് തന്നെയാണ് ഓഫർ ചെയ്യുന്നത്. ഇനിയിപ്പോ അതല്ല, നമ്മൾ സാധാരണ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇപ്പൊ എന്റെ ഫ്രണ്ട്സിലെല്ലാം ഡോക്ടേഴ്സ് പോലെ വക്കീലന്മാരെ പോലത്തെ ആൾക്കാരെല്ലാം ഉണ്ട്. അവരെല്ലാം രാവിലെ കോടതിയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പോകുമ്പോൾ ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ അവിടെ ഫുൾ ടൈം നിർത്തിയിട്ടായിരിക്കും. പിന്നീട് തിരിച്ചു വരുമ്പോൾ ഉപയോഗം പിന്നുള്ള ഫാമിലി ഹോട്ടലിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില ഹോസ്പിറ്റലിലെല്ലാം ചാർജിങ് പോലും അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷനിൽ നമുക്ക് കുറഞ്ഞ റേഞ്ച് മതി ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്നാലും ഒക്കെ ആൻസൈറ്റി ഉണ്ടാവും. ഒരു വീക്കെൻഡിൽ എപ്പോഴെങ്കിലും ഒന്ന് ലോങ് പോകണം, എനിക്ക് ആ റേഞ്ച് കിട്ടില്ല എന്നുള്ള പേടി വരികയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇതിന്റെ ലുക്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറെന്റ് ലുക്കാണ്. പലർക്കും കൗതുകപരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ലുക്സ് ആണ്. ചിലർക്ക് അത് ഇഷ്ടമാവാറില്ല, പക്ഷെ ഇഷ്ടമാവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് ഇറ്റ്. ആ ഒരു ആസ്പെക്റ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബൈ തന്നെയാണ് വിൻസർ EV.
ഇപ്പോൾ പ്രോ വേരിയന്റ് കൂടെ വന്നുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു സെഗ്മെന്റിൽ ഒരു വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അടുത്തുള്ള MG ഷോറൂമിൽ പോയിട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരു വണ്ടിയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ കൺസിഡർ ചെയ്ത് വാങ്ങാവുന്ന ഒരു വണ്ടിയാണ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. അതുകൊണ്ട് ഡോണ്ട് വറി, ഗോ ഹെഡ്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വണ്ടിനെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളതെന്നുള്ളത് കമന്റിലൂടെ പറയാം. ഈ തിരുമ്പെല്ലാം ബാക്കിയുള്ള ചിപ്സും ഇതെല്ലാം കൂടെ ഓടി കളിക്കാണ്. എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാണെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ്.